Good afternoon. Good afternoon. So, our marginal question I discuss it. Then next question. Okay. If PV ratio is 60% and the marginal cost of the product is ₹20, calculate the selling price. Calculate the selling price. Calculate the selling price. PV ratio 60%. PV ratio of formulas formulas. PV ratio. Contribution divided by sales into 100. So the formula contribution per unit divided by sales per unit divided by 100. Like contribution divided by sales. Okay. Then where are you formula? Contribution divided by Sales. contribution divided by sales into 100. Okay. Then PV ratio is equal to 100% minus variable cost ratio. No formula. PV ratio is equal to 100 minus variable cost ratio. Okay. So PV ratio 60, that means therefore variable cost ratio is equal to 100% minus 60%, 40%. Okay, so that means so sales 100 anangi. Variable cost of 40, sales less variable cost equal to contribution. Okay. So sales 100 anangi, variable cost 40. So variable cost. So and the marginal cost of the product is either 20 anangi. Sales price at the question. $50. Okay. So sales is equal to 50. Right. $100 divided by 40 into 20 equal to 50. So that's variable cost contribution divided by sales. Like percentage at formula PV ratio 100 minus variable cost ratio. Variable cost ratio sales in the basis sales 100 variable cost 40, sales less variable cost is equal to contribution. Contribution question then sales 100 40. Okay. Variable cost of 40 that means variable cost 20 anangil. That means 40% ആണ് നമുക്ക് എത്ര കിട്ടുന്നത് 20 കിട്ടുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് 50യുടെ 40% എത്രയാണ് നമുക്ക് വരുന്നത് 50 into 40% നമുക്ക് എത്ര കിട്ടും 20. So therefore sales എത്ര വരും 50. Okay. Selling price 100 ആയിരുന്നെങ്കിൽ നമുക്ക് variable cost 50 ആയിരുന്നു. So variable cost 20 വരണം. So 40% 20 വരണമെങ്കിൽ എത്രയായിരിക്കും sales 50. Clear ആണോ? നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം വേരിയബിൾ നമ്മുടെ PV ratio
ഈ എല്ലാ ഫോർമുലാസും നമുക്ക് ഒന്നുകൂടെ ഫോർമുലാസ് എല്ലാം നമ്മൾ ഒന്ന് ചാർട്ട് പോലെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക്. ബിക്കോസ് ഈ പറയുന്ന എല്ലാ ഫോർമുലാസ് നമുക്ക് ഓർമ്മ വരണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പി ബി റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആയാലും ചിലപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് ആയിരിക്കും, ചിലപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ് ആയിരിക്കും, ചിലപ്പോൾ സംടൈംസ് പി ബി റേഷ്യോ തന്നിട്ട് അത് വെച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഒരു പോയിന്റ് നമുക്ക് എല്ലാ ഫോർമുലാസ് വരണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഏത് ഫോർമുല നമ്മൾ ചൂസ് ചെയ്യാം, അതാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരേ ഇത്. ബാക്കി പ്രോബ്ലംസ് ഒന്നും തന്നെ ഇത്രയും ഫോർമുലാസ്, അതായത് നമ്മൾ ഒന്നുകൂടെ നമുക്ക് ചാർട്ട് പോലെ ആക്കാം. 2 ഏരിയാസോടാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് തമ്മിൽ ഡിഫറൻസും, ദെൻ ഷട്ട് ഡൗൺ പോയിന്റ്, ദെൻ 1-2 ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യും. ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്, ആ ഒരു 3 ഏരിയാസ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓൾറെഡി നമ്മൾ മേജർ ഏരിയാസ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഓരോന്നിനും സംടൈംസ് ഇൻ യൂണിറ്റ്സ് ആയിരിക്കും, സംടൈംസ് ഇൻ വാല്യൂ ആയിരിക്കും. അതിനെല്ലാമുള്ള ഫോർമുലാസ് എല്ലാം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലെ എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ ഗിവൺ അത് വെച്ചിട്ട് ഫോർമുല അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of variable cost to sales is 70%. Break-even point occurs at 60% of capacity sales. Find the capacity sales when the fixed costs are rupees 90,000. Also compute profit at 75% of capacity sales. Question നോക്കാം. ആൻസർ ഒന്ന് ട്രൈ ചെയ്യാം. സോ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്? റേഷ്യോ ഓഫ് വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് 70%. Ratio of variable cost to sales. The break-even point occur at 60% of capacity sales. Okay, the break-even point is occur at 60% of capacity sales. Okay. Find the capacity sales when the fixed cost are 90,000. Also compute profit at 75% of capacity sales. ഒന്ന് ശ്രദ്ധിക്കുക, നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ എത്രയാണ്? 70%. That implies നമുക്ക് എന്ത് പറയാം? ഇതിനെ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എത്രയായിരിക്കും? പി വി റേഷ്യോ 30%. സോ നമുക്ക് പി വി റേഷ്യോ അറിയാം, ഫിക്സഡ് കോസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? So break even point in unit ആണോ in value ആണോ? In value. Break even point in value. ശ്രദ്ധിച്ചോണം, നമുക്ക് ആ റുപ്പീസ് എന്ന് എഴുതുന്നതിന് മാർക്കുണ്ട്. നമുക്ക് സംടൈംസ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ചോദിക്കും, ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ്, ദാറ്റ് മീൻസ് വാല്യൂവിലാണെങ്കിൽ റുപ്പീസ് കൊടുക്കുക, യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് എന്നുള്ള അത് ഡിനോട്ട് ചെയ്തിരിക്കണം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ വാല്യൂ ഫോർമുല എന്ത് പറയാം നമുക്ക്? ഫോർമുല എന്താണ്? Fixed cost divided by PV ratio. Fixed cost divided by PV ratio. Then fixed cost 90,000. 90,000 divided by PV ratio. Then PV ratio 30%. 30. 27,000. 27,000. Into divided by 30%. 3 lakhs. I said 3 lakhs. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് വരുത്തരുത് കേട്ടോ. 7% ഗോൺ. നമ്മള് ശരിയായിരിക്കുന്ന വെച്ചാൽ അവിടെ നമ്മുടെ മൊത്തം ചെയ്യും. എന്നാലോചിച്ച് നോക്കിയാൽ ഫിക്സഡ് കോസ്റ്റില് ടോട്ടൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, 90,000 താഴെ, ഒത്തിരി താഴെ വരുമോ സെയിൽസ്? ഇത്ര ഫിക്സഡ് കോസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഓക്കെ,
So divided by 30%, 3 lakhs. 3 lakhs. So break even point in value, like break even sales കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Break even point occurs at 60% of capacity sales. So that means capacity sales എത്ര വരും? Therefore, capacity sales is equal to ഇതെന്ന് പറയാൻ 60%, sorry 30% ആണ് ഈ സെയിൽസ് കിട്ടുന്നത്. Capacity sales capacity, the break even point on 60% of capacity divided by 60%. That is 60 into 100. Right to 5 lakhs. Okay, clear now. So നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിച്ചു. തന്നിരിക്കുന്ന വെച്ചിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആക്ച്വൽ കപ്പാസിറ്റിയുടെ 60% ആണ്. സോ നമ്മുടെ ആക്ച്വൽ കപ്പാസിറ്റി സെയിൽസ് എത്ര കണ്ടുപിടിച്ചു? 5 lakhs എന്ന് കിട്ടി. Find the capacity sales. Find the capacity sales when the fixed costs are 90,000. So കണ്ടുപിടിച്ചില്ല capacity sales. Also compute profit at 75% of capacity sales. No, തീർന്നില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിരിക്കുന്നു. ഓൾസോ കമ്പ്യൂട്ട്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു എന്നാണ് കപ്പാസിറ്റി സെയിൽസ് 5 lakhs and also compute profit at 75% of capacity sales. So നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് നോട്ട് ചെയ്യാം. Particulars amount in rupees. സെയിൽസ് എത്ര വരും? കപ്പാസിറ്റി സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ്? 75%. So 5 lakhs ആണ് കപ്പാസിറ്റി സെയിൽസ്. അതിന്റെ ആക്ച്വൽ സെയിൽസ് ഈസ് 75% of capacity sales. അപ്പോഴുള്ള പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? സെയിൽസ് എത്ര വരും? 3,75,000. 3,75,000. 3,75,000. Okay. Then less variable cost. എത്ര വരും വേരിയബിൾ കോസ്റ്റ്? 1,12,500. 1,12,000. അതെങ്ങനെ കിട്ടിയത്? 30%. അത് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ആണോ? അത് കോൺട്രിബ്യൂഷൻ അല്ലേ? PV റേഷ്യോ അല്ലേ? 30%. Sorry. 70 കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് 30. ചെറിയൊരു അശ്രദ്ധ നമുക്ക് തെറ്റുവരുത്തും. ശ്രദ്ധിക്കുക, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. വേരിയബിൾ കോസ്റ്റ് ആണ് സെയിൽസിന്റെ 70% വേരിയബിൾ കോസ്റ്റ് ആണ്. അത് കുറച്ച് കിട്ടുന്നതാണെങ്കിൽ 30%. സോ സെയിൽസ് 100 ആണെങ്കിൽ എന്നൊരു ഇതിലാണ് പേഴ്സണലി നമ്മൾ 30 എടുത്തിരിക്കുന്നത്. സോ സെയിൽസ് 3,75,000 ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് വിൽ ബി ആ 3,75,000ന്റെ എത്ര പെർസെന്റേജ് ആണ്? 30 അല്ല 70%. 75 അല്ല 70%. 3,75,000 into 70%. ക്ലിയർലി എല്ലാവർക്കും? 30 അല്ല 30 വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ആണ്. സോറി 30 PV റേഷ്യോ ആണ്. വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഈസ് 70%. അതായത് വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ്. സെയിൽസിന്റെ 70% എന്താണ് വേരിയബിൾ കോസ്റ്റ്? എത്ര കിട്ടുന്നുണ്ട്? 2,62,500. 2,62,500. Okay. Sales less variable cost. കുറച്ച് നമുക്ക് എന്ത് കിട്ടും? Contribution less എന്ത് കുറയ്ക്കണം? ഫിക്സഡ് കോസ്റ്റ്. എത്രയാണ്? 90,000. ഇതിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. 90,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്. ഇത് കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് 2 ലൈനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഫോർമുലാസ് എല്ലാം ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് പോകരുത്. ഡേഞ്ചർ. ഫോർമുലാസ് മനസ്സിലാക്കി ആ ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഇത് ഇത്ര വേണം, ഇത് അബ്സോർബ് ചെയ്യാൻ, ഫിക്സഡ് കോസ്റ്റ് അബ്സോർബ് ചെയ്യാൻ നമ്മൾ ആ ചാർട്ടൂടെ വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ ഫോർമുലാസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാർട്ട് പോലെ നമുക്ക് ആക്കാം. എത്രയായിരുന്നു കോൺട്രിബ്യൂഷൻ? 1,12,500. 1,12,000. നേരത്തെ അഞ്ചിന് പറഞ്ഞ ഫിഗർ 30%. ഓക്കെ, അത് കോൺട്രിബ്യൂഷൻ ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. Then 90,000 ക്വസ്റ്റ്യൻ നമുക്ക് എത്ര കിട്ടും? 22,500. 22,500 will be the Profit. profit. ചോദിച്ച 2 കാര്യമാണ്.
രണ്ട് ലൈനേ ഉള്ളെങ്കിൽ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് അതിലേക്ക് വരും. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തെറ്റ്. ക്ലിയർ അല്ലേ? ഗൗരി, ധനശ്രീ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സർ ഉണ്ട്. Next question. You are required to determine profit. Step. Determine profit. Then first profit and when sales itra, fixed cost itra, BEP itra. Determine sales. When fixed cost itra, profit itra, BEP itra. Okay. You are required to determine first profit compute and then second scenario sales and question and the first one. Lay the formula you see. Fixed cost equal to contribution at break-even. Fixed cost is equal to contribution. വേറെ ഏതെങ്കിലും നമുക്കിവിടെ തന്നിരിക്കുന്നത് സെയിൽസ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, BEP ഉണ്ട്. Profit. BEP യുടെ ഫോർമുല എന്ന് പറയാം. BEP സെയിൽസ് വാല്യൂ ആണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ വാല്യൂ. Fixed cost by PVR. Fixed cost divided by PVR. So നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്താ പറയാ, ഫിക്സഡ് കോസ്റ്റും BEP സെയിൽസും അറിയാം. സോ PVR കിട്ടും. PV റേഷ്യോ എത്ര വരും? PV റേഷ്യോ എത്ര വരും? ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? 40,000. Profit അല്ലേ? 40,000 divided by BEP 1,60,000. So PVR നമുക്ക് റേഷ്യോ ആയിട്ടാണ് എത്ര കിട്ടും? 25%. PV ratio 25%. PV ratio 25%. Then profit എങ്ങനെ കണ്ടുപിടിക്കാം? PVR is equal to contribution by sales into 100. PVR is equal to contribution by sales into 100. അല്ലേ? കറക്റ്റ്. സോ ആ ഫോർമുല ഇട്ട് സോ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് ഒരു ഡൗട്ട്, കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും അല്ലെ? സോ അതാണ് നമുക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാകണം. മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ആകും. സോ ഫസ്റ്റ് വണ്ണില് സോ PV റേഷ്യോ ഫോർമുല എന്താണ്? PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് തന്നിട്ടില്ല, സെയിൽസ് ആണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ സെയിൽസ് തന്നിട്ടുണ്ട് അല്ലെ? പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് കിട്ടും 50,000. പ്രോഫിറ്റ് എത്ര വരും? Contribution can be written as, so mathematically written as fixed cost plus profit. Like fixed cost plus profit നമുക്ക് എന്ത് കിട്ടണം? Contribution കിട്ടണം divided by sales. Substitute ചെയ്യുക, values ഒന്ന് substitute ചെയ്യുക.
PVR 25% ആണ്. 25% is equal to fixed cost. നമുക്കറിയാം എത്രയാണ് fixed cost? 40,000. 40,000 plus profit divided by sales എത്രയാണ്? 2 lakhs. So 2 lakhs in the 25% നമുക്ക് എത്ര കിട്ടും? Cost multiply by 50,000. 2 lakh into 25% is equal to 40,000 plus profit. Just mathematical steps on. So ഇത് എത്രയാണ്? 50,000 is equal to 40,000 plus profit. There that implies profit is equal to 10,000. 50,000 minus 40,000 is equal to 10,000. So first part is over. First question is over. Profit and which? No. ഒറ്റ ഫോമുലയിൽ നിന്നാണ് നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്ത് ആ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ പ്ലസ് ആ സ്റ്റേറ്റ്മെന്റ് ഏതാണോ നമ്മൾ എടുക്കുന്നത് സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സോ അതിൽ നിന്ന് നമ്മൾ മിസ്സിംഗ് ഫിഗർ ആക്ച്വലി പ്രോഫിറ്റ് ഈസ് ഈ ഒരു പർട്ടിക്കുലർ ഫോമുലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾക്ക് അറിയാം, PVR നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ only one area പ്രോഫിറ്റ് മാത്രം മിസ്സിംഗ് ഫിഗർ ആണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 10,000. ക്ലിയർ? അതെ സാർ. ഞാൻ സെക്കൻഡ് വൺ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. Second question, determine sales when fixed cost so and so, profit so and so, BEP 40,000. Sales compute ചെയ്യണം, fixed cost ഉണ്ട്, profit ഉണ്ട്, BEP ഉണ്ട്. So ഇതേപോലെ തന്നെ BEP in value fixed cost divided by PVR. Second scenario. BEP. Fixed cost divided by PV ratio. BEP എത്രയാണ്? 40,000 is equal to fixed cost divided by fixed cost 20,000. 20,000 divided by PV ratio. That implies PV ratio 20,000 divided by 40,000 ratio and into 100 varum 50%. PV ratio 50%. Okay. Then ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സെയിൽസ് കണ്ടുപിടിക്കണം. ഏത് ഫോർമുല യൂസ് ചെയ്യാം? PVR is equal to contribution by PV ratio നമുക്ക് തന്നെ എക്സാമ്പിൾ എഴുതാം. PVR യൂസ് ചെയ്യാമെങ്കിലും PV ratio എന്ന് എഴുതാം. PVR is equal to contribution divided by sales. So നമുക്ക് fixed cost അറിയാം, profit അറിയാം. Fixed cost plus profit. Fixed cost plus profit ആണ് നമ്മുടെ contribution. And this can be written as number. ഈ ഫോർമുലയോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആൻസർ ആണ് 50% is equal to fixed cost 20,000 plus profit. Then profit 10,000 divided by sales. That implies sales is equal to 30,000 divided by 50%.
item sales 60,000. Sales 60,000. Did you answer 11? Awesome. Okay. Next one. A company has made a profit of rupees 50,000 during the year, so and so. If the selling price and marginal cost of product are rupees 15 and rupees 12 per unit respectively, find out the amount of margin of safety. 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 MOS normal formula എന്താണ്? Profit by PV ratio. എന്താണ്? യൂണിറ്റ്സ് ആണോ വാല്യൂ ആണോ? Value. MOS in value നമുക്ക് എന്താ പറയാം? Profit divided by PVR. MOS in units ആണെങ്കിലും Profit by contribution. Profit divided by contribution. Is to contribution. Contribution മാത്രമേ ഉള്ളൂ. Contribution per unit. Per unit. Okay. So നോക്കണ്ട ഇത്രയും ഇൻഫർമേഷൻ ആണ് given. ഇത് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. So ഇവിടെ in value കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്തറിയണം? Company had made a profit of rupees 50,000 during the year. So and so selling price എത്രയായിരുന്നു? Per unit 50 and marginal cost means variable cost എത്രയായിരുന്നു? 12. So that means contribution എത്രയാണ്? Contribution per unit 3. per unit 3. എന്ത് വരും ആൻസർ? 16,660. 50,000 divided by 3. 16,666. അത് യൂണിറ്റിൽ. Find out the amount of margin of safety ആണ് question. $250,000. 250,000. എങ്ങനെ കിട്ടി? എങ്ങനെയായിരുന്നു കിട്ടിയത്? The profit divided by PVR. PV ratio കണ്ടുപിടിച്ചു. PV ratio കണ്ടുപിടിച്ചു. Contribution by sales into 100. Contribution divided by sales into 100. Okay. എത്ര പെർസെന്റ്? 20%. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അതായത് വേറൊരു നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന എന്താണ്? നിങ്ങളെല്ലാം ആദ്യം പറഞ്ഞതോ അതാണ്. നമുക്കിതെല്ലാം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. സോ MOS ഇൻ യൂണിറ്റ്സ് എന്ത് കിട്ടും? യൂണിറ്റ്സ് is equal to profit divided by contribution per unit 3.
എത്രയാണ് നിങ്ങളത് പറഞ്ഞ? 16,666. 16,666 അല്ലെ 666 എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഫോർമുലയാണ്. സംടൈംസ് നമുക്ക് ഒറ്റയടിക്ക് MOS, സോ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ PVR കണ്ടുപിടിക്കാനായിട്ട് പോയി, പിന്നീട് എന്താണ് 3 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 അങ്ങനെ PVR കണ്ടുപിടിച്ചു, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സോ ദാറ്റ് പെർസെൻറ്റേജ്. സംടൈംസ് നമുക്കിത് ഇങ്ങനെ ഒരു സെനാരിയോ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ യൂണിറ്റ്സിലാണ് കിട്ടുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി യൂണിറ്റ്സിൽ കിട്ടിയാൽ, സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രി പെർ യൂണിറ്റ്. ഓക്കെ, സോ ഈ കിട്ടുന്ന യൂണിറ്റ്സ് ഇൻറ്റു MOS യൂണിറ്റ്സ്. സോ MOS ഇൻ വാല്യൂ നമ്മൾ പിന്നെ ഉടനെ തന്നെ നമുക്ക് ചാർട്ട് പോലെ നമുക്ക് നോട്ട് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു സെനാരിയോ എന്നുകൊണ്ട് പറയാണ്, MOS വാല്യൂ നമുക്ക് ഒറ്റയടിക്ക് യൂണിറ്റ്സ് ആണ് കിട്ടുന്നത് എങ്കിൽ MOS ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, MOS ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? MOS ഇൻ വാല്യൂ. ഓക്കെ, സോ മാർജിൻ ഓഫ് സേഫ്റ്റി മീൻസ് എന്താണ്? ഓവർ ആൻഡ് എബവ് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെ. സോ ദാറ്റ് മീൻസ് യൂണിറ്റിന് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ, സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇത് MOS ഇൻ വാല്യൂ. ജസ്റ്റ് ചെയ്ത് നോക്കുക, 50,000 ഡിവൈഡഡ് ബൈ 3 കിട്ടുന്നത് 16,666.666 എക്സെട്ര. സോ എത്രയാണ് നമ്മുടെ പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 15 2,49,999.99. സോ ദാറ്റ് മീൻസ് മാർജിൻ ഓഫ് MOS വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2,50,000. 2 lakhs round off to 2,50,000. Clear ആയോ? സോ ദാറ്റ് മീൻസ് നമുക്ക് MOS നമുക്ക് ഒറ്റയടിക്ക് നോട്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് MOS മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ്. ഫോർമുല എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ്. MOS യൂണിറ്റ്സ് എന്തായിരുന്നു? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ contribution per unit അല്ലെ. സോ ദെൻ MOS യൂണിറ്റ്സിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസ് യൂണിറ്റ് അറിയാം, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് ഏത് ഫോർമുല അഡോപ്റ്റ് ചെയ്യാം? MOS ഇൻ യൂണിറ്റ്സ് വേറൊരു ഫോർമുലയോട് നമുക്ക് പറയാം, ആക്ച്വൽ സെയിൽസ് ഇൻ യൂണിറ്റ്സ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. കറക്റ്റ് അല്ലേ? ഡെഫിനിഷൻ പ്രകാരം ഓവർ ആൻഡ് എബവ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. സോ ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൻ സെയിൽസ് വരെ എന്താണ്? നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ, നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വരെ കവർ ചെയ്യുന്ന ഒരു സെനാരിയോ. ദെൻ അടുത്ത എന്താണ്? നമ്മുടെ പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് കോൺട്രിബ്യൂഷൻ കവർ ചെയ്യുന്ന സെനാരിയോ കഴിഞ്ഞ് മുകളിലോട്ടുള്ള, അതായത് ഓവർ ആൻഡ് എബവ് ഫിക്സഡ് കോസ്റ്റും കവർ ചെയ്ത് വരുന്ന കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ്. Then in value എന്തൊക്കെ ഫോർമുല പറയാം? Profit divided by PV ratio. Then ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് MOS ഇൻ യൂണിറ്റ്സ്, അതിൽ ഏത് ഫോർമുല വേണമെങ്കിലും ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് വാല്യൂ. കറക്റ്റ് അല്ലേ? ടോട്ടൽ സെയിൽസ് വാല്യൂ അറിയാം, ബ്രേക്ക് ഈവൻ സെയിൽസ് വാല്യൂ അറിയാമെങ്കിൽ വെറുതെ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? MOS. അല്ലേ? MOS എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓവർ ആൻഡ് അബവ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ദാറ്റ് മീൻസ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. ഓവർ ആൻഡ് എബവ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ക്ലിയർ ഉണ്ടോ? ഈ ഒരു സെക്കൻഡ് ഫോർമുല നമുക്ക് അറിയാം, അല്ലെങ്കിൽ പലയിടത്തും ഇത് യൂസ്ഫുൾ ആകുന്നുണ്ട് കേട്ടോ.
അറിയാമെങ്കിൽ എന്താണ് നമുക്ക് ഈ 3 കിട്ടുമ്പോൾ തന്നെ PV റേഷ്യോ പോലും കണ്ടുപിടിക്കാതെ ആൻസറിലേക്ക് വരാം. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? അതെ. sir. First question A. If margin of safety is 2,40,000, അത് 40% of sales ആണ് തന്നിരിക്കുന്നു and PV ratio is 30%. So and so calculate break even sales and amount of profit. Okay, so first കേസിൽ നമ്മൾ സെക്കൻഡ് സെനാരിയോ ആണ് അത് പറയുന്നത്. സെയിൽസ് 9 lakh ആണെങ്കിൽ amount of profit എത്രയാണ്? That means അവിടെ എന്താണ് PV ratio അതും സെയിം ആയിരിക്കും. ഫസ്റ്റ് കേസിൽ Question 1. A margin of safety 2,40,000. That's 40% of sales. Okay. So total sales at 2,40,000 divided by 40%. 6 lakh. Clearly. Margin of safety എന്ന് പറയുന്നത് 40% of sales ആണ്. So margin of safety divided by 40% എടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ സെയിൽസ്. അല്ലേ? Then so ടോട്ടൽ സെയിൽസ് കിട്ടിയാൽ നമുക്ക് ഇനി എന്താണ്? Contribution. PV ratio is 30%. Sales divided by PV ratio. Sales into contribution is equal to sales into PVR. So contribution at right sales 6 lakh. Contribution divided by sales and PVR. So contribution is equal to cross multiply by sales into PVR. 6 lakhs into 30%. 6 lakhs into 30%. 1,80,000. 1,80,000. Contribution 1,80,000. Then break even sales. Contribution 1,80,000. Then break even sales formula endana? Fixed cost by PVR. Fixed cost divided by PVR. Fixed cost divided by. So fixed cost കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഫിക്സഡ് കോസ്റ്റ്. MOS ന്റെ ഫോർമുല എന്താണ്? MOS profit divided by PV ratio. So margin of safety നമുക്ക് തന്നിട്ടുണ്ട് 2,40,000. MOS തന്നിരിക്കുന്നു 2,40,000. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV ratio. നമുക്ക് PV ratio അറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30%. Therefore profit എത്ര വരും? Profit is equal to MOS into PVR. MOS into PVR. കംപ്ലീറ്റ് ഫോർമുലാസ് നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന മാർജിനൽ കോസ്റ്റിംഗ് നമ്മുടെ എക്സാമിന്
ചെയ്ത് മാറുന്ന ഒരു രീതി. സോ ദാറ്റ് മീൻസ് ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യാം. നമുക്ക് എല്ലാ ഫോർമുലാസും അറിഞ്ഞിരിക്കണം, അത് കോൺസെപ്ച്വലി അറിഞ്ഞിരിക്കണം. സോ പ്രോഫിറ്റ് എത്ര കിട്ടും? പ്രോഫിറ്റ് 72,000. എത്ര കിട്ടി? 72,000. 2,40,000 into 30%, 72,000. കോൺട്രിബ്യൂഷൻ അറിയാം, പ്രോഫിറ്റ് അറിയാമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചൂടെ? ഫിക്സഡ് കോസ്റ്റ്. സോ കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ്. So fixed cost will be equal to minus contribution minus profit. Contribution of 1,80,000 minus profit 72,000. Right answer. 1,08,000. 1,08,000. So fixed cost കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിച്ചു. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PVR. ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. 1,08,000 divided by PV ratio 30%. Right answer. 3,60,000. 3,60,000. കിട്ടിയല്ല? സാർ ഇത് നമ്മൾ മറ്റേ ഒരു ഇക്വേഷനിലെ ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ ആക്ച്വൽ സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഒരു ഇക്വേഷൻ, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്, ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കാം. 6 lakh minus 2,40,000 എത്ര കിട്ടും? 40. അപ്പോ 3,60,000 ബ്രേക്ക് ഇവൻ സെയിൽസ് കിട്ടും. പിന്നെ ആ ബ്രേക്ക് ഇവൻ സെയിൽസ് വെച്ച് ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റും കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. കറക്റ്റ് ആണ്. നമ്മളല്ല അതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇതിനുണ്ടോ ആ കോൺസെപ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ നേരെ ആ ഫോമിൽ എഴുതി കൊടുത്തേക്കും. സോ എങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിച്ചു നമുക്ക്, അതായത് ബ്രേക്ക് ഈവൻ നമുക്ക് ടോട്ടൽ സെയിൽസും MOS അറിയാന്നുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് MOS ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ സെയിൽസ് ഇൻ വാല്യൂ. രണ്ട് വാല്യൂലുള്ളതുകൊണ്ട് സോ ഉണ്ടോ 6 lakh minus 2,40,000 3,60,000 കിട്ടും. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR അങ്ങനെ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,08,000 എന്നുള്ള ഇത് കിട്ടും. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഓക്കെ, ഏത് രീതിയിൽ ചെയ്താൽ കറക്റ്റ് ആണ് അതാ പറഞ്ഞു. നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ചെയ്താൽ. ദാറ്റ് മീൻസ് നേരത്തെ ക്വസ്റ്റൻ നമ്മളുണ്ട്, നേരത്തെ PV റേഷ്യോ കണ്ടുപിടിച്ച് ചെയ്താലും ആൻസർ കിട്ടും, MOS യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചാലും ആൻസർ കിട്ടും. നമ്മൾ ഏത് ഫോമിലാണോ എടുക്കുന്നത് അത് കാണിച്ചേക്കുക. സോ നമുക്ക് കിട്ടിയ സോ അല്ലെങ്കിൽ എന്ത് തോന്നും, അയ്യോ PV റേഷ്യോ കണ്ടുപിടിക്കാതെ എങ്ങനെ കിട്ടി? സോ MOS ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് അത് ഫോമുലയാണ്. ബിക്കോസ് MOS മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ വാല്യൂ. ഓക്കെ, പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ആൻഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ₹9 lakhs. സോ സെയിൽ 9 lakh ആണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സെയില് 9 lakh ആണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ വെച്ചിരിക്കുന്നു. എയുടെ സെക്കൻഡ് പാർട്ട് profit. Compute profit if sales equal to 9 lakh. So പിന്നെ നമ്മൾ ഈ കണ്ടുപിടിച്ച 6 lakh എടുത്തുകൊണ്ട് വരരുത് എന്നാണ് അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് സെയിൽസ് 9 lakh ആണെങ്കിലുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. സോ സെയിൽസ് അറിയാം, സോ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം അല്ലെ. സെയിൽസ് അറിയാമെങ്കിൽ സെയിൽസും PV റേഷ്യോ അറിയാമെങ്കിൽ കോൺട്രിബ്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് അല്ലേ PV റേഷ്യോ.
contribution divided by sales alle PV ratio. PVR is equal to contribution divided by sales. So PVR എത്രയാണ് 30% അല്ലേ? Contribution sales എത്രയാണ് 9 lakh ആണെങ്കിൽ therefore contribution എത്ര കിട്ടും? Contribution 2,70,000. Contribution 9 lakh into 30%, 2,70,000. Okay, 2,70,000. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഇതുകൊണ്ടാണ് ഈ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതർവൈസ് നമുക്ക് MOS അറിയാന്നുണ്ടെങ്കിൽ നേരെ ബ്രേക്ക് ഈവൻ പോയിന്റ് മാത്രം ചോദിച്ചെങ്കിൽ ലെസ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, 3,60,000 കിട്ടുമായിരുന്നു. സോ ഇവിടെ ഫിക്സഡ് കോസ്റ്റിന് അത്യാവശ്യം വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഇത് പ്രോഫിറ്റ്. Therefore, profit is equal to contribution minus fixed cost. Contribution minus fixed cost. Contribution 2,70,000 minus fixed cost. We have 1,08,000. 1,08,000. So 1,70,000. It will have right answer 1,62,000. 1,62,000. കിട്ടിയോ? Sir. കിട്ടിയോ എല്ലാവർക്കും? ആൻസർ കിട്ടിയല്ലോ അല്ലേ? A company sells its product at rupees 15 per unit in a period if it produce. Second question. B question. X Limited has earned a contribution of 2 lakhs and net profit of rupees 1,50,000 of sales of rupees 8 lakh. What is its margin of safety? Margin of safety. Margin of safety. Contribution 2 lakh. Profit 1,50,000. Sales 8 lakh MOS. Get the answer. So MOS in the formula use ചെയ്യാം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? MOS. Question B. MOS. The formula you see profit divided by PV ratio. You see. So the profit directly profit 1,50,000 net profit divided by PVR. PVR formula and PVR. Contribution divided by sales. Contribution divided by sales into 100. And given a question. Contribution contribution 2 lakh divided by 8 lakh into 100. 2 lakhs divided by 8 lakhs. Into 100. So 25%. And a substitute here answer.
So ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ നേരെ കിട്ടുമായിരുന്നു. സോ സംടൈംസ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ തന്നാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചേക്കണം. സോ നമുക്ക് MOS ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അങ്ങനെ നമുക്ക് സോ ഒരിക്കലും ഏത് കിട്ടില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പെട്ടെന്ന് ഏതിലേക്ക് സ്യൂട്ട് ആവുന്നു. MOS പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PVR ഉണ്ട്. അതുകൂടാതെ MOS എന്ത് ഫോർമുലയും സ്യൂട്ട് ആവും. ടോട്ടൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി. അങ്ങനെയും ചെയ്യാം. സോ സംടൈംസ് ബി പി കണ്ടുപിടിക്കാനുള്ള ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ആണെന്നിരിക്കുന്നത് നേരെ അത് കണ്ടുപിടിക്കുക. MOS ഈക്വൽ ടു അവിടെ നമ്മൾ ഫോർമുല നോട്ട് ചെയ്യുക. നമ്മൾ BP കണ്ടുപിടിക്കാൻ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു, അത് വെച്ചിട്ട് ആൻസറിലേക്ക് വന്നു. അല്ലെങ്കിൽ BP കണ്ടു, അത് വെച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിച്ചു. ടോട്ടൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടണം? മാർജിൻ ഓഫ് സേഫ്റ്റി. എത്രയാണ് MOS? 6 lakhs. Clear? Okay, next question. A company sells its product at ₹15 per unit in a period. If its product produces and sells 8,000 units, it incurs a loss of ₹5 per unit. If the volume raised to 20,000 units, it earns a profit of 4 per unit. Calculate break-even point, both in terms of value as well as in units. ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യാമെന്ന് നോക്കാം. So selling price തന്നിരിക്കുന്നു, sales number of units തന്നിരിക്കുന്നു, sales units തന്നിരിക്കുന്നു, it produces and sells. Okay, it incurs a loss of 8,000 units ആണെങ്കിൽ there will be a loss of ₹5 per unit. The volume is raised to 20,000 units, it earns a profit of ₹4 per unit. Calculate break-even point in both term of value as well as in units. Okay, so break-even point formula endana? Fixed cost by PVR. Fixed cost divided by PV ratio. Okay. So now today selling price per unit അറിയാം. So selling price and sales less variable cost is equal to contribution is equal to fixed cost plus profit. So നമുക്ക് fixed cost കിട്ടണം. അതിനുവേണ്ടി കുറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. So നമുക്ക് നോക്കാം. Let variable cost per unit equal to X and fixed cost is equal to Y. X and Y ആയിട്ട് എടുത്തു. Then 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, സെയിൽ ചെയ്യുകയും ചെയ്തു. സെയിൽസ് എത്ര വരും? 8,000 into 15. 8,000 into 15. ഇതാണ് സെയിൽസ്. Sales minus variable cost. Sales minus variable cost. Sales minus variable cost എത്ര വരും? Variable cost per unit X ആണെങ്കിൽ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്? 8,000 യൂണിറ്റ് ആണ് അല്ലേ. So 8,000 into X is equal to fixed cost നമുക്ക് Y ആയിട്ട് എടുത്തു plus profit and
First scenario, it incurs a loss of rupees 5 per unit. Loss means minus profit. So minus 5 into 8,000. Correct? Minus 5 into 8,000. Loss per unit. Now, formula sales minus variable cost is equal to fixed cost plus profit. Marginal cost equation. Clear? Simplify 8,000 into 15. Sorry, 8,000 into 15. Trena? 1,20,000 minus 8,000 x is equal to y minus 40,000. 40,000. Y minus 40,000. Okay. Equation 1 clearly. If the volume is raised to 20,000 units, volume is raised to 20,000 units, then sales at 20,000 into 50. 20,000 into 15 minus 20,000 into x is equal to y minus, sorry, plus now profit 4 into 20,000. Clear? Second scenario, the volume raised to, no, by raised to. So that means 10,000 20,000 so 20,000 into 15 ആണ് selling price per unit ആണ് 15. So അത്രയാണ് നമ്മുടെ sales. അതിൽ നിന്ന് variable cost ആയിട്ടുള്ള x per unit, that means 20,000 into x കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? Y fixed cost plus ഇവിടെ rupees 4 per unit ആണ്. 20,000 unit ഉണ്ട്, നമ്മളുണ്ട് 4 into 20,000. Then 20,000 into 15, 3 lakhs. 3 lakhs minus 20,000 x is equal to y plus 80,000. Equation 2 നോക്കുക. Equation 2. So രണ്ട് equation നമുക്ക് ഒരുമിച്ച് എഴുതാം. 1,20,000 minus 8,000. 8,000 x is equal to y plus, sorry, y minus y minus 40,000. Equation 1. Then 3 lakh minus 20,000 x y plus 80,000. Equation 2. 1 and 2. Equation 1 minus 2. Equation 1 minus 2. Equation 1 minus 2. So minus 2, equation 2 means complete term endana all the term minus 1 multiplier. So first ഇവിടെ plus and minus ആയി, ഇവിടെ minus and minus plus, ഇവിടെ minus, ഇവിടെ minus. Then x in the value കണ്ടുപിടിക്കുക. Try to minus 1,80,000 plus 12,000 x is equal to
plus y minus y get cancelled, minus 1,20,000. 12,000 x is equal to 12,000 x is equal to minus 1,20,000. The minus 1,80,000 arches like plus 1,80,000. So 12,000 x is equal to 60,000. X is equal to 60,000 divided by 12, 5. So if I equation 1 like substitute y value. So if variable cost per unit, then fixed cost. Substituting value of x in 1. Substituting the value of x in equation 1, 1,20,000 minus 8,000. 1,20,000 minus 8,000 into 5 is equal to y minus 40,000. 1,20,000 minus 40,000 plus 40,000 is equal to EY. E 40,000 minus 40,000 LHS plus 40,000 y. So y equal to 1,20,000. Y endana fixed cost is equal to 1,20,000. Answer calculate break-even point, both in terms of value as well as in units. Then a break-even point formula and break-even point, both in terms of value and units. Break-even point in units and the formula. Fixed cost divided by contribution to unit. Break-even point in units is equal to fixed cost divided by contribution per unit. Contribution per unit. So fixed cost sum 1,20,000. Contribution per unit. Right. Selling price per unit is real. Variable cost per unit is X. Assumption first. That variable cost is equal to the variable cost per unit equal to 5. Third. So sale price 15, variable cost of 5 on contribution per unit and the 10. So divided by 10 equal to 12,000 units. 12,000 units. Then in value, break-even point in value. Not a formula.
Fixed cost divided by PV ratio. സോ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ MOS ചെയ്തതുപോലെ തന്നെ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. നമ്മൾ PV റേഷ്യോ ആക്ച്വലി ഡയറക്ട്ലി ഗീവൺ അല്ലേ ക്വസ്റ്റ്യനിൽ. സോ ആ ഒരു സെനാരിയോയിൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെടുക്കാം? ബ്രേക്ക് ഈവൻ പോയിന്റ് Price in the units in the selling into price. selling price. Selling price unit. So 12,000 into 15. 15. 1,80,000. 1,80,000. കേട്ടോ, നമ്മള് മറ്റേ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അത്രത്തോളം ഒന്നാമത്തെ കോസ്റ്റിങ്ങിന് നമ്മുടെ ഒരു മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ ടൈമാണ്. നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ടൈമില് ഈ പറഞ്ഞ 3 hours 3 hours plus 15 minutes നമുക്ക് ഈ പറഞ്ഞ 100 മാർക്സിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ മീൻസ് ഒരു വലിയ ടാസ്ക് ആണ്. അതാണ് കോസ്റ്റിംഗ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ അഡീഷണൽ അതായത് PV റേഷ്യോ ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു PV റേഷ്യോ കണ്ടുപിടിച്ച് ഓൾറെഡി ഇതിനകത്ത് എന്താണ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ടൈം പോയിട്ടുണ്ട് ഓൾറെഡി. ദെൻ PV റേഷ്യോ കൂടെ കണ്ടുപിടിക്കാൻ നിന്നാൽ സമയം നഷ്ടമാണ്. സോ അതുകൊണ്ടോ എല്ലാ ഫോർമുലാസും തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന എല്ലാ ഫോർമുലാസും അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? കിട്ടിയോ എല്ലാവർക്കും? Next question നോക്കാം. You are given the following data: sales, രണ്ട് വർഷത്തെ profit, PV ratio, break even point, profit when sales are 1,80,000, sales required to earn a profit of rupees 12,000, margin of safety in 2020. PV ratio ഏത് ഫോർമുല യൂസ് ചെയ്യാം? Change in contribution by change in sales. Change in profit divided by PV ratio. ഇവിടെ കോൺട്രിബ്യൂഷൻ ആണെന്നല്ല തന്നിരിക്കുന്നത്. So change in profit divided by change in difference അല്ലെങ്കിൽ change in sales. Change in profit divided by change in sales into 100. പ്രോഫിറ്റിൽ വന്ന ചേഞ്ച് എത്രയാണ്? 5,000. 5,000. സോ ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ 2019 അത് -13 എടുത്ത് -5,000 എന്ന് പറയുന്നത് എഴുതരുത്. ചേഞ്ച് ഉണ്ടായിരിക്കുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ സെയിൽസ് എത്രയാണ്? 20,000 into 100. 25%. Then break even point. Break even point. So ഇവിടെ ഇത് മാത്രം 2020 വെച്ച് ഇത് 19 വെച്ച് ചെയ്യുക. ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഫോർമുല എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് break even point fixed cost divided by PV ratio അല്ലേ? സോ ഇവിടെ PV ratio ഉണ്ട്. നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ചോദിച്ചിട്ടുള്ള വാല്യൂയിലെ ഉണ്ടോ ചോദിച്ചിട്ടുള്ള നമുക്ക് PV ratio ഒരു പോർഷൻ നമുക്കറിയാം, PV ratio അറിയാം. സോ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് PV ratio സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആണ്. സോ ഫിക്സഡ് കോസ്റ്റ് കിട്ടാനായിട്ട് 2019 സെയിൽസ് എത്രയാണ്? സെയിൽസ് 1,20,000. Okay. Variable cost, contribution, fixed cost, ready. Sales
1,20,000 less variable cost. Contribution. Fixed cost profit 8,000. Profit 8,000. So contribution, okay, contribution sales into PV ratio. Contribution divided by PV ratio, okay, PV ratio contribution divided by sales. So contribution sales into PV ratio, okay, contribution 1,20,000 into 25% contribution of 30,000. So basically variable cost of 90,000. Okay. So 30,000 contribution, fixed cost 8,000 means fixed cost of 22,000. Okay, so fixed cost number just statement plus working reverse work equation. So marginal cost statement working out okay. So PV ratio other one number then 2. Break-even point fixed cost 22,000 divided by 25%. So no. Break-even point 88,000. 88,000. Okay. Value on rupees 88,000 in value. Must have taken rupees. So break-even point in units value on it. Then third one. Profit when sales are rupees 1,80,000. So sales 1,80,000 profit. Equation marginal cost statement like sales 1,80,000 less variable cost contribution less fixed cost 22,000. Profit. So sales in the contribution. $30 profit. 23,000. 23,000. Clearly. So this step our statement like one again. So the variable cost would fill up with the so if on the contribution 25% into 1,80,000. So basically variable cost 1,35,000. Then fixed cost already substitute profit 23,000. Okay. Sales required to earn a profit of 12,000. Fourth one. Sales are now contributing less variable cost. Contribution plus fixed cost. And 22,000
12,000 profit. And a profit of 12,000. So basically contribution at 34,000. 34,000. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽസിന്റെ 25%. Therefore, sales is equal to 34,000 divided by 25%. 34,000 divided by 25%. 1,36,000. So sales at 1,36,000 minus 34,000. Variable cost 1,02,000. So sales no. So and if the good answer sales 1,36,000 double rupees 30 1,30,000 rupees not rupees because this is unit value rupees symbol rupees 1,36,000. Okay. Yes, sir. Yeah. Fifth one. Margin of safety in 2020. Margin of safety in 2020. 2020 margin of safety. Margin of safety in 2020. So 2020 okay, this formula use here. Actual sales minus break-even point. So fixed cost PVR same ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റിൽ നമുക്ക് break-even point എന്താണ് ഒരു break-even point 88,000. So the actual sales എത്രയാണ് 1,40,000 minus 88,000. Okay, 52,000. rupees 52,000 will be the margin of safety in value. Yes, sir. Yes, sir. Question there. Margin of safety, total cost, margin of safety in units, break-even sales, units. You are required to calculate profit, PV ratio, BEP sales in rupees and fixed cost. Try here. Information on the culture ratios. PV ratio
BP break-even point sales, fixed cost എല്ലാം കണ്ടുപിടിക്കാനുള്ള question. Good answer. എന്തൊക്കെയാണ് അവൈലബിൾ ഇൻഫർമേഷൻ? മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ വാല്യൂ, ടോട്ടൽ കോസ്റ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്, ബ്രേക്ക് ഈവൻ സെയിൽസ്. നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ്? ബ്രേക്ക് ഈവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലേ? ടോട്ടൽ സെയിൽസ് ബ്രാക്കറ്റില് യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ്? കറക്റ്റ് അല്ലേ? ബ്രേക്ക് ഈവൻ സെയിൽസും എമൗണ്ട്സും കൂടെ ചേരുന്നല്ലേ ടോട്ടൽ സെയിൽസ്. So 1250 units plus 3750 units. 1250 plus 3750. So total sales in units. $5,000 units. So then margin of safety നമുക്ക് എന്തിൽ തന്നിട്ടുണ്ട്? വാല്യൂവിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ യൂണിറ്റ്സിന്റെ ബേസിസിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര പെർസെന്റേജ് ആണ്? മാർജിൻ ഓഫ് സേഫ്റ്റി MOS percentage. That means MOS divided by total sales into 100. 3750 divided by 5000 into 100. So 75%. Okay. So total sales in the 75% എന്താണ്? MOS ആണ്. Okay. So MOS is equal to total sales in the 75%. Sales into 75%. Correct? So margin of safety in value എത്രയാണ് വന്നിരിക്കുന്നത്? Value. Sales in value into 75%. Then MOS in value എത്രയുണ്ട് നമുക്ക്? ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? MOS പെർസെന്റേജ് ടോട്ടൽ സെയിൽസിന്റെ പെർസെന്റ് കണ്ടുപിടിച്ചു. അതിന്റെ 75% MOS ആണ്. സോ വാല്യൂലും അതേപോലെ ഉണ്ടല്ലേ? So 1,87,500 is equal to 1,87,500 is equal to sales അല്ലെങ്കിൽ total sales. Total sales into 75%. Therefore, sales is equal to 1,87,500 divided by 75%. 2,50,000 rupees. 2,50,000 will be the sales. Sales at 2,50,000 rupees. 2,50,000. Okay. Then we can open the profit. So total sales കിട്ടി, total cost നമുക്ക് തന്നിട്ടുണ്ട്,
ചെയ്താൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്. സോ ഫസ്റ്റ് വൺ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്ന വെച്ച് നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് അല്ലേ. ടോട്ടൽ കോസ്റ്റിനകത്ത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. 2,50,000 minus total cost will be 1,93,750. 1,93,750. Third profit. 56,200. 56,250. 56,250. 56,250. Then എന്തൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? PV ratio. PV ratio. MOS അറിയാമെങ്കിൽ MOS in value ഫോർമുല എന്താണ്? MOS in value. Profit divided by PV. So profit is equal to PV ratio. PV ratio is equal to profit divided by MOS into 100. Profit എത്രയാണ്? 56,250 divided by MOS already നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1,87,500 divided by 1,87,500 into 100. 1,87,500 into 100. Correct answer? 30%. 30%. PV ratio will be 30%. So profit കണ്ടുപിടിച്ചു, PV ratio കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? ബ്രേക്ക് ഈവൻ സെയിൽസ്. ടോട്ടൽ സെയിൽസ്, ബ്രേക്ക് ഈവൻ സെയിൽസ് ഇൻ റുപ്പീസ്. ഇത് വരുന്ന ഫോർമുല തന്നിരിക്കുന്ന നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ബ്രേക്ക് ഈവൻ സെയിൽസ്. Total sales minus MOS. Total sales minus MOS. Right answer. 62,500. Total sales 2,50,000. അതിൽ നിന്ന് MOS വാല്യൂ എത്രയുണ്ട്? 1,87,500. 1,87,500. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 62,500. ഇവിടെ കണ്ടുപിടിക്കണ്ടോ? ഫിക്സഡ് കോസ്റ്റ്. Fourth one, fixed cost. So ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. Break even sales. Break even sales ഉണ്ട്. Fixed cost divided by PVR. So fixed cost is equal to break even point into PV ratio. Break even sales in rupees 62,500, PVR 30%. Right answer.
18,750. rupees 18,750. So കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് എടുത്തു അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലും പ്രോഫിറ്റ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് പ്രോഫിറ്റ് എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഫോർമുല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ആൻസറിലേക്ക് വരും. സോ അല്ലേ profit, PV ratio, break-even sales in rupees, value, then fixed cost. Line. No, sir. Line. Next question. A single product company sells 8 products at rupees 60 per unit in 2019. The company operated at a margin of safety 40%. Fixed cost amounted to rupees 3,60,000 and variable cost ratio to sales is 80%. Then in 2020, it is estimated that the variable cost will go up by 10% and fixed cost will increase by 5%. Find the selling price required to be fixed in 2020 to earn the same PV ratio as 2019. Assuming, second question, assuming the same selling price of rupees 60 per unit in 2020, find the number of units required to be produced and sold to earn the same profit in 2019. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക, കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയ ആൻസർ? ഇല്ല സാർ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് യൂണിറ്റ്സും അറിയണം. സെയിൽസിന്റെ യൂണിറ്റ്സ് അറിയണം. ദെൻ പി വി റേഷ്യോ. സോ നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പി വി റേഷ്യോ ഇൻ 2019. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? Per unit 60 ആണ്. Variable cost, contribution per unit. So variable cost എത്രയാണ്? Variable cost ratio to sales is 80%. So variable cost എത്രയും 60 into 80%. So 48. 48. Then contribution per unit at 12. Therefore, PV ratio PV ratio 12. PV ratio formula എന്താണ്? Contribution divided by sales into 100. That means 12 divided by 60 into 100, 20%. 20%. PV ratio 20%. So 2019 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 20%. So ഇനി വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? The company operated at a margin of safety 40% and
fixed cost amounted to, so break even point formula endedukkam, break even point fixed cost divided by contribution per unit endu kittum, break even points in units kittum. Okay, so fixed cost etrana 3,60,000 divided by 3,60,000 divided by 12. 30,000 units. 30,000 units ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സ്. ഒന്ന് ശ്രദ്ധിക്കുക, ബ്രേക്ക് ഈവൻ MOS എത്ര, മാർജിനൽ സേഫ്റ്റി എത്രയാണ്? ടോട്ടൽ സെയിൽസ് 100% എടുത്താൽ MOS 40% എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ എത്ര ആയിരിക്കും? 60%. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും, അല്ലെങ്കിൽ യൂണിറ്റ് സോൾഡ്, നമ്പർ ഓഫ് ടോട്ടൽ സെയിൽസ്, total sales units equal to break even point plus margin of safety. ഇത് 100% ആണെങ്കിൽ, ഇത് 40 ആണെങ്കിൽ, ഇത് 60% ആയിരിക്കും. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 30,000 units. സോ ടോട്ടൽ സെയിൽസ് is equal to 30,000 divided by 60%. Right? 50,000 units. 50,000 units are the total sales. MOS is 40%, 20,000 units. Okay. So now we answer like correct. Working notes figure conduchu. Then find the selling price required to be fixed in 2020 to earn the same PV ratio in 1920. So 2020 in the sambhavichittunde, estimate the variable cost will go up by 10% and fixed cost will increase by 5%. Okay. Sales കണ്ടുപിടിക്കണം. വേരിയബിൾ കോസ്റ്റിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് 90%. 40 go up by increase ചെയ്യുന്നല്ല പറയുന്നത്, go up by 10% ആണ്. 40 വേരിയബിൾ കോസ്റ്റ് 48 into 1.10. വേരിയബിൾ കോസ്റ്റ് എത്രയായിട്ട് മാറും? Variable cost 48 into 110%. 1.1 48 plus 110%. $48 plus 10%. 48 52.8. Variable cost of 52.8. So variable cost പറഞ്ഞാൽ നമുക്ക് contribution ആണ്. Contribution. Then fixed cost less fixed cost. Fixed cost എത്രയാണ്? 5% കൂടുന്നതാണ്. 3,60,000 into 1.05.
78,000. 3,78,000. Then PV ratio and PV ratio same. PV ratio 20%. PV ratio previous year maintain 20%. PV ratio 20%. Variable cost ratio 80%. Okay. Then on the control PV ratio 20%, variable cost ratio 80%. So variable either 80% angle sales per unit at the the 80% either 100% at the trading. So 52.8 divided by 80%. 66. Selling price required to be fixed in 2022 and the same PV ratio. PV ratio 20% angle, variable cost ratio 80%. Clear leather? Then so selling price, assuming same selling price of ₹60 per unit in 2020, find the number of units required to be produced and sold to earn the same profit as in 2019. So 2019 profit at 2019 profit now per unit per unit. Unit units are produced total sales produce. So contribution per unit 12. So 50,000 into 12 total contribution as in the fixed cost korchal namakku second question like varumbotthekkum profit for the year. So contribution 50,000 units on the unit in the contribution 12. 6 lakhs less fixed cost. From the fixed cost 3,60,000. 3,60,000. So consumer profit at 2,40,000. 2,40,000. Okay. So e profit kittanayittu same rate ile. E profit kittanayittu 2020 le etra units sale cheyanam ennu question. Same profit kittanayittu 60 per unit, 60 per unit, selling price 60 vechittu etra unit sale cheyanam ennu question. Number of units to be produced and sold during 2021. So sales per unit in value, variable cost, sales variable cost korchal kittanathu contribution less fixed cost. Fixed cost nammal 2020 le
പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 5% ഇൻക്രീസ് കഴിഞ്ഞിട്ടാണ് 3,78,000. 3,78,000. Okay. So selling price per unit എത്രയായിട്ടാണ് കിട്ടുക പറഞ്ഞാൽ 20 വേരിയബിൾ കോസ്റ്റ് 2020 ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 52.8. 52.8. ഇക്വേഷൻ ഒന്നും കൊണ്ടുവരാൻ നമ്മൾ നേരെ ഡയറക്റ്റ് ആ ഒരു ഫോർമാറ്റിലേക്ക് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 52.8. 52.8. That means contribution per unit is 7.2. Okay. Fixed cost നമുക്കറിയാം fixed cost. Then profit എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Profit same profit as in 2009. 2019 profit നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു 2019 profit? 2,40,000. 2,40,000. So ഈ പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? കോൺട്രിബ്യൂഷൻ 3,78,000. 3,78,000 plus 2,40,000 എത്രയാണ്? 6,18,000. 6,18,000. സോ കോൺട്രിബ്യൂഷൻ ഒരു യൂണിറ്റില് 7.2 ആണ്. ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 6,18,000 ആണ്. സോ യൂണിറ്റ് എത്രയാണ്? എത്ര യൂണിറ്റ്സ് ഉണ്ട്? Therefore, number of units to be produced എത്രയാണ്? 6,18,000 divided by 7.2. Number of units. Therefore, clear like question. നമ്മൾ എപ്പോഴും ഇങ്ങനെ വരച്ച് നമുക്ക് കോൺസെപ്ച്വലി ആൻസർ ചെയ്ത് പോകാം. അല്ലെങ്കിൽ പർട്ടിക്കുലർ എപ്പോഴും സ്യൂട്ട് ആകുന്ന രീതിയിൽ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാതെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട്. സോ നേരത്തെ വന്ന ചേഞ്ചസ് പെർ യൂണിറ്റ് വാല്യൂ 60 ആയിരുന്നു, 52.8 ആയി ഇൻക്രീസ് ചെയ്ത് സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. 7.2. ദെൻ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ. Therefore, number of units to be produced and sold is equal to 6,18,000 divided by 7.2. Total 6,18,000 ആണ്. ഒരു യൂണിറ്റിന് 7.2 ആണ്. 6,18,000 divided by 7.2. Try to answer. 85,834 round off ചെയ്തിട്ട് round off 85,834 33.33 എന്നായിരുന്നു round off to next unit. Okay, so നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Okay, thank you.